ഹലോ ഫ്രണ്ട്സ് ഓഫ് ഓഫീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് വാഴയിലയിൽ എങ്ങനെ മീൻ പൊള്ളിക്കാം എന്ന് നോക്കാം. ഞാനിവിടെ മേടിച്ചേക്കുന്നത് ആവോലി മീനാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മസാല വരട്ടിക്കാൻ നമ്മുടെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. ഇവിടെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കൂടുതൽ ഇടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ പച്ചക്കുരുമുളക് അരച്ചാലും മതി, അത് പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ പച്ചക്കുരുമുളക് അരച്ചതാണ്. കുറച്ച് കറിവേപ്പില പിച്ചിടുക. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്. കുറച്ച് വലിയ മീനായതുകൊണ്ട് ഒരു നാരങ്ങ ഫുള്ള് ഞാൻ എടുത്തു. ചെറിയ നാരങ്ങയായിരുന്നു. ഇതെല്ലാം കൂടി കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മസാലകളെല്ലാം ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഫിഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം, പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ താഴെയാണെങ്കിലും മതി. അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഞാൻ കുഞ്ഞുള്ളിയും സവാളയും ഒരു 10 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയും പിന്നെ ചെറിയ ഒരു 1/2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടെ ചെറുതായിട്ട് വഴറ്റിയാൽ മതി. അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ സാദാ മുളക് പൊടി അതും. പിന്നെ ഒരു ചെറിയൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി കൂടെ ചേർത്തായിരുന്നു. പിന്നെ തക്കാളി, ഒരു 1/2 തക്കാളി അരിഞ്ഞാണ്. തക്കാളി, ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ വേണ്ടവർക്ക് അത് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കുടംപുളി ചെറിയ 2 പീസ് ഇട്ടിട്ടുണ്ട്. അത് മിസ്സാക്കരുത്, അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില ചേർത്തിട്ട് ഈ സവാള വെന്ത് ഉടയുടെ വരെ നമ്മളത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഇട്ട് കൊടുക്കുക. അതിനൊരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് അത് വെന്ത് മാറ്റി എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഫിഷ് നല്ല വെളിച്ചെണ്ണയിൽ ഞാൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും കരിഞ്ഞു പോകരുത്. നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. വാഴയിലാണ് നമ്മൾ പൊള്ളിക്കുന്നത്. ആദ്യം കറിവേപ്പില നിരത്ത്, കറിവേപ്പിലയുടെ ഫ്ലേവർ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട്. പിന്നെ ആ ഫിഷിൻ്റെ ആകൃതിയിൽ എത്രത്തോളം മസാലയാണ് വേണ്ടത് നമ്മൾ വഴറ്റി മാറ്റി വെച്ച മസാല ഇതിലേക്ക് ഇടുക. ഇതിൻ്റെ മേലെ നമ്മൾ ഫിഷ് വയ്ക്കുക. ഫിഷ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മസാലയും പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഫിഷ് വെച്ചു. വറുത്ത് കോരി മാറ്റി വെച്ച ഫിഷാണ്. അത് വെച്ച് കറിവേപ്പില വെച്ച് ഇനി വാഴയില, നാട്ടിലൊക്കെ വാഴയിലയാണെങ്കിൽ വാഴയിലയുടെ വള്ളി കിട്ടും, അത് വെച്ച് കിട്ടണമായിരിക്കും നല്ലത്. ഇവിടെ എനിക്ക് വള്ളിയില്ല. ഇത് കുറച്ച് വാടിയ വാഴയിലയാണ്, വാട്ടി എടുത്ത് കൊണ്ടുവന്ന വാഴയിലയാണ്. അതാണ് ഇങ്ങനെ ഇരിക്കണത്. പിന്നെ അത് നന്നായിട്ട് ചുറ്റിക്കെട്ട്. അങ്ങനെ ഞാൻ 2 സൈഡിലും മാറ്റി വെച്ച് നമ്മുടെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ചുറ്റി നൂലുകൊണ്ട് നന്നായിട്ട് ചുറ്റിക്കെട്ടി നമ്മുടെ പൊള്ളിച്ചത് തയ്യാറാവാൻ പോവുകയാണ്. ഇത് മൂടി വെച്ച് 10 മിനിറ്റ്, ഒരു സൈഡ് 10 മിനിറ്റ്, മറ്റേ സൈഡ് 10 മിനിറ്റ്. അത് കൂടാൻ പാടില്ല, കരിഞ്ഞു പോകും. കറക്റ്റ് വേവ്, കറക്റ്റ് പാകമായിട്ടുണ്ട്. മീനും പാകമായിട്ട് വെന്തിട്ടുണ്ട്. മസാല ഇങ്ങനെ കോരിയെടുക്കുക, കഴിക്കുക. അതിൻ്റെ എണ്ണയൊക്കെ അവിടെ നമുക്ക് കാണാം. ഇതിൻ്റെ മസാലയ്ക്കൊരു നല്ല ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ആവോലി മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.